അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മിയോതി നിന്റെ പേരിൽ തുടങ്ങിടുന്നു, നാദാ റഹ്മാനും റഹീമോതി വണങ്ങിടുന്നു. ബിസ്മിയോതി നിന്റെ പേരിൽ തുടങ്ങിടുന്നു, നാദാ റഹ്മാനും റഹീമോതി വണങ്ങിടുന്നു. അൽഹംദു എന്നോതി സ്തുതിച്ചിടുന്നു, അൽഹംദു എന്നോതി സ്തുതിച്ചിടുന്നു. റബ്ബേ അഖില ലോക കാണ്ഡത്തിൻ ഉടമസ്ഥനെ, റബ്ബേ അഖില ലോക കാണ്ഡത്തിൻ ഉടമസ്ഥനെ. ബിസ്മിയോതി നിന്റെ പേരിൽ തുടങ്ങിടുന്നു, നാദാ റഹ്മാനും റഹീമോതി വണങ്ങിടുന്നു. അൽഹംദു എന്നോതി സ്തുതിച്ചിടുന്നു, അൽഹംദു എന്നോതി സ്തുതിച്ചിടുന്നു. റബ്ബേ അഖില ലോക കാണ്ഡത്തിൻ ഉടമസ്ഥനെ, റബ്ബേ അഖില ലോക കാണ്ഡത്തിൻ ഉടമസ്ഥനെ. ഏറെ നാടിൻ്റെയും വെള്ളോ നാടിൻ്റെയും മറ്റു മൽബാദ് പ്രദേശങ്ങളുടെയും ഭാഗതയെ നിർണ്ണയിച്ച ഒരു രാജാവ്, ഒരേ ഒരു രാജാവ്, ദ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ ഇൻ ദ മലബാർ എന്ന് ബ്രിട്ടീഷുകാരെ വിശേഷിപ്പിച്ച യുഗപുരുഷൻ, ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ പുരുഷൻ, എ മാൻ ഹു വുഡ് ബി ദ കിങ്. കാളിക്കാവിച്ചെണ്ട് ഒരു കാളവണ്ടിക്കാരനോ, കാളിക്കാവിച്ചെണ്ട് ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൻ തോപ്പിൽ നറുകുളിരേകും തേനോ. കാളിക്കാവിച്ചെണ്ട് ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൻ തോപ്പിൽ നറുകുളിരേകും തേനോ. നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാരിയ കുന്നത്തെന്ന ധീരശൂരരേ. നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാരിയ കുന്നത്തെന്ന ധീരശൂരരേ. പച്ച വീരിച്ച് കുളിർവണ ചിന്തുന്ന വള്ളുവ നാടിൻ്റെ മണ്ണിൽ, വെള്ളപ്പിശാചിൻ്റെ തോക്കിന് മുണ്ടിൽ നെഞ്ചു കാണിച്ചൊരു ചെണ്ട് ചെണ്ട്. കാളിക്കാവി ചെണ്ട് ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നെറുകുളിരേകും തേനോ. 1894 ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങൾക്കെതിരെ പോരാടിയ വാര്യംകുന്നത്ത് മൊയ്തീൻ കുട്ടിയാജിയെ ബ്രിട്ടീഷുകാർ അന്തമാനിലേക്ക് നാടുകടത്തി. അന്ന് നമ്മുടെ കഥാനായകൻ വാര്യംകുന്നത്തിന് പ്രായം വെറും 16 മാത്രമായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടതിൽ വളരെയധികം ദുഃഖമുണ്ടായിരുന്നു നമ്മുടെ കഥാനായകൻ വാര്യംകുന്നത്തിന്. അങ്ങനെ 1896 മഞ്ചേരിയിൽ നടന്ന കർഷക സമരത്തിലെ കുയ്യൊഴിപ്പിക്കപ്പെട്ട പാടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വാര്യംകുന്നത്ത് പിതാവിനെ പോലെ പോരാടി. സമരം പതിയെ അണഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വാര്യംകുന്നത്ത് ബോംബെയിലൂടെ മക്കയിലേക്ക് ഹജ്ജിനായി പുറപ്പെടുന്നത്. അങ്ങനെ പോകുന്ന യാത്രയിൽ അറബി, ഉറുദു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളെല്ലാം അനായാസം കൈകാര്യം ചെയ്യാൻ മനസ്സിലാക്കിയെടുത്തു. തിരിച്ചു വന്ന് നാട്ടിൽ സാധാരണ പോലെ കച്ചവടം ചെയ്യുമ്പോഴാണ് ആ വാർത്ത കേൾക്കുന്നത്. വെള്ളപ്പടയോട് പോരൂതാനായി ഗാന്ധിയുമൊത്ത്, ശൗക്കത്തലിയുമൊത്ത്, ധീരരാം കോഴിക്കോട്. പടവാളേന്തി വാരികുന്നത്തോര് വരുന്നുണ്ട്, വീരിബായി വരുന്നുണ്ട്, ആലി മുസ്ലിയാരത്ത്. വെള്ളപ്പടയോട് പോരൂതാനായി ഗാന്ധിയുമൊത്ത്, ശൗക്കത്തലിയുമൊത്ത്, ധീരരാം കോഴിക്കോട്. പടവാളേന്തി വാരികുന്നത്തോര് വരുന്നുണ്ട്, വീരിതമായി വരുന്നുണ്ട്, ആലി മുസ്ലിയാരത്ത്. ഗാന്ധിജിയും ഷൗക്കത്തലിയും കോഴിക്കോട് വരുന്നു. വാര്യംകുന്നത്ത് പെട്ടെന്ന് തന്നെ കോഴിക്കോട്ടേക്ക് പോയി. അങ്ങനെ 1920 ഒക്ടോബർ 18 കോഴിക്കോട് കടപ്പുറത്ത്, വെള്ളയിൽ കടപ്പുറത്ത് എന്ന ആ വലിയ സമരത്തിൽ ഗാന്ധിജി മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്: ഓ മുസൽമാന്മാരെ, നിങ്ങൾ ആത്മബലിക്ക് തയ്യാറാകണം. ജനങ്ങളുടെ വികാരം എന്തെന്ന് ബ്രിട്ടീഷുകാരെ മനസ്സിലാക്കണം. ഇത് കേട്ട് ആവേശഭരിതനായി നമ്മുടെ കഥാനായകൻ വാര്യംകുന്നത്ത് വിഭജനത്തിൻ്റെ പടപ്പുറത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എടുത്ത് ചാടി. അങ്ങനെ വാര്യംകുന്നത്ത് ആലി മുസ്ലിയാരുടെ കീഴിലെ നേതൃസ്ഥാനത്തിൽ ഒരു പടത്തലവനായി വാര്യംകുന്നത്ത് മാറി. അങ്ങനെ മഞ്ചേരിയിൽ നടന്ന മറ്റൊരു സമരത്തിൽ വാര്യംകുന്നത്ത് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്: ഓ ജനങ്ങളെ, നാം ഇവിടെ ഒരു സമാന്തര രാജ്യം സൃഷ്ടിക്കുകയാണ്. ഹിന്ദുക്കൾക്ക് രാജാവും മുസ്ലിങ്ങൾക്ക് സുൽത്താനും എന്ന നിലയ്ക്ക് ബ്രിട്ടീഷിന്റെ മുക്കിന് താഴെ ഒരു മതേതര മലയാള രാജ്യം. ശോഭിതം ഹാജി പിടിക്കാനായി കെണികളൊരു കിനിൽപ്പുണ്ട്, അവരുടെ ധീരമാം കെണികൾ പലതും പാളിയതുമുണ്ട്. ഉണ്ണിയാലി മുസ്ലിയാരുടെ കെണിയതിൽ പൂണ്ട്. വാര്യം കുന്നത്ത് ഹാജി
ശോഭിതം നീറന്ന ഹാജിയെ പിടിക്കാനായി കെണികളൊരു കിനിൽപ്പുണ്ട്. അവരുടെ ധീരമാം കെണികൾ പലതും പാളിയതുമുണ്ട്. ഉണ്ണിയാലി മുസ്ലിയാരുടെ കെണിയതിൽ പൂണ്ട്. ജന്മിത്തത്തിന്റെ അടിവേറിറക്കുന്ന ഈ പ്രഖ്യാപനത്തിന്റെ 6 മാസങ്ങൾക്ക് ശേഷം വാര്യംകുന്നത്തിന് എവിടെയും കാണാൻ, വാര്യംകുന്നത്തിന്റെ ഒരു പൊടി പോലും ഒരാൾക്കും കാണാൻ സാധിച്ചില്ല. ഹിച്ച്കോക്കിനും ഹംഫ്രീസിനും കലിയിളകി. അവർ പല കുതന്ത്രങ്ങൾക്ക് ശ്രമിച്ചു നോക്കി. വാര്യംകുന്നത്തിന് തൊടാൻ പോലും അവർക്ക് ആർക്കും സാധിച്ചില്ല. അങ്ങനെ ഹിച്ച്കോക്കും ഹംഫ്രീസും പെറ്റിയിലെ ഉണ്ണിയാലി മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് വ്യാജേനെ ഒരു സമാധാന സന്ധി ഉണ്ടെന്ന് പറഞ്ഞ് വാര്യംകുന്നത്തിനെ വലയിലാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. തീർത്ഥനമ്പരങ്ങൾ കൽബിൽ പുകയുന്നു. വായിലിയം കുന്നത്തിനേറെ പീഡന മേൽക്കുന്നു. കണ്ടോരെ കണ്ടുകളിൽ കണ്ണു നീയൊഴുകുന്നു. കഥന കഥ കേട്ടോരെല്ലാരും തേങ്ങി കരയുന്നു. വേദന തീർത്ഥനമ്പരങ്ങൾ കൽബിൽ പുകയുന്നു. വാര്യം കുന്നത്തിനേറെ പീഡന മേൽക്കുന്നു. കണ്ടോരെ കണ്ണുകളിൽ കണ്ണു നീയൊഴുകുന്നു. കഥന കഥ കേട്ടോ എല്ലാരും തേങ്ങി കരയുന്നു. വാര്യംകുന്നത്തിനെയും സൈന്യത്തെയും ബ്രിട്ടീഷുകാർ കേട്ടാലിറക്കുന്ന രീതിയിൽ പീഡിപ്പിച്ചു. ആണികൾ നിറച്ച് വീപ്പിയിലിട്ട് വാര്യംകുന്നത്തിനെ ഇട്ടുകൊണ്ട് ഉരുട്ടി അതേ പ്രഖ്യാപനം നടത്തിയ മഞ്ചേരിയിലേക്ക് കൊണ്ടുവന്നു. വാര്യംകുന്നത്തിൻ്റെ താടി അവർ പറിച്ചെടുത്തു, കുത്തി ചവിട്ടി വാര്യംകുന്നത്തിന് പാട്ട് പാരി അവർ അപമാനിച്ചു. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്ന ആ ബാലവൃദ്ധ ജനങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷയുടെ പൊൻകിരണമായ വാര്യംകുന്നത്ത് ബ്രിട്ടീഷുകാരാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒടുവിലവരുടെ തൊക്കിനു മുന്നിൽ വീണതെന്തൊരു കഷ്ടമാ. മലബാറിൽ സുൽത്താനെന്ന് പൊരുതിയതുവരെ ധീരമായി. ഒടുവിലവരുടെ തൊക്കിനു മുന്നിൽ വീണതെന്തൊരു കഷ്ടമാ. ഹിച്ച്കോക്ക്, ഹംഫ്രീസ്, ആമോ തുടങ്ങിയവർക്ക് മുമ്പാകെ വാര്യംകുന്നത്ത് ഹാജരാക്കപ്പെട്ടു. എങ്ങനെയുണ്ട് ആചാര്യ? ഹിച്ച്കോക്ക് മലയാളത്തിൽ ചോദിച്ചു. അത് ഞാനല്ലേ ചോദിക്കേണ്ടത് സായിപ്പേ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഭരണം? നിങ്ങൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഉഷാറാകുമായിരുന്നു. ഇത് കേട്ട് സാധാരണഗതിയിലായിരുന്ന ഹിച്ച്കോക്കിൻ്റെ മുഖം ചുവന്നു. വാര്യംകുന്നത്തിന് മിർസാൽ കോടതിയിൽ ഹാജരാക്കി. സുൽത്താനെതിരെയുള്ള കുറ്റപത്രത്തിൽ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ, ഇല്ല, ഞാൻ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല, നിങ്ങളാണ് യുദ്ധം ചെയ്തത്. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഞാനാണ് ഈ രാജ്യത്തിൻ്റെ സുൽത്താൻ. അങ്ങനെ വാര്യംകുന്നത്തിനോട് തൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ വാര്യംകുന്നത്ത് പറയുകയാണ്, നിങ്ങൾ എന്നെ വെടിവെച്ച് കൊല്ലുമ്പോൾ എൻ്റെ കണ്ണ് മറയ്ക്കാതെ, എൻ്റെ കൈ ചെങ്ങലക്കിടാതെ, എൻ്റെ കണ്ണ് മറയ്ക്കാതെ നിങ്ങൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി വെടിവെക്കണം. അങ്ങനെ 1922 ജനുവരി 20 കോട്ടക്കുന്നിലെ വടക്കേ ചെരുവിൽ വാര്യംകുന്നത്ത് ഹാജരാക്കപ്പെട്ടു. ഒന്നാമത്തെ വെടിയിൽ വാര്യംകുന്നത്ത് ആടി ഉലഞ്ഞുപോയി. രണ്ടാമത്തെ വെടിയിൽ ആ ധീരയോദ്ധാവ് മുട്ടുകുത്തി വീണുപോയി. നാടിൻ പുകളോദിയ വഹിദ ശുജാഹിതൻ ചരിതമറുതിടനായി. തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊറുക്കുവൻ സദവേയിരക്കുകയായി, ആരിലും തേടുകയായി. നാടിൻ പുകളോദിയ വഹിദ ശുജാഹിതൻ
തൻ ചരിതമറുതിടലായി തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാം പൊറുത്തിടാൻ സദവേ ഇരക്കുകയായി ആരിലും തേടുകയായി. കേരളത്തിൻ്റെ ധീരദേശാഭിമാനി വാരിയംകുന്നത്തിന് ഞങ്ങളുടെ പ്രണാമം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.